എന്തായാലും വഖഫ് നിയമ ഭേദഗതി ബില്ല് നാളെ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ബില്ല് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കാനാണ് സാധ്യത. KCBCയും CBCIയും ബില്ലിനെ പിന്തുണച്ച് പ്രതിപക്ഷത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. നിലവിൽ വഖഫ് നിയമത്തിലെ ചില വ്യവസ്ഥകൾ ഭരണഘടനയ്ക്കും മതേതര മൂല്യങ്ങൾക്കും വിരുദ്ധമാണെന്ന് CBCI വ്യക്തമാക്കിയിരുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിഷ്ണു, കൃത്യമായി തന്നെ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് തന്നെയാണ് അടുത്ത ചോദ്യം. കാരണം വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടിയായിരിക്കണം ഓരോ വോട്ടുമെന്ന് KCBC അടക്കമുള്ള സംഘടനകൾ രംഗത്തേക്ക് വരുന്നു. ഏറ്റവും ഒടുവിൽ ദീപിക ദിനപത്രത്തിൽ പോലും അതിനെ അനുകൂലിച്ചുകൊണ്ടാണ് കൂടുതൽ ലേഖനങ്ങൾ അടക്കം വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട്, കോൺഗ്രസിന് വലിയൊരു പ്രതിസന്ധിയിലായിരിക്കും എന്ന് വേണമെങ്കിലും പറയാം. കാരണം SDP അടക്കമുള്ള വോട്ടുകൾ കോൺഗ്രസ് ശേഖരിക്കുന്നു എന്നുള്ള ആക്ഷേപം നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ ബില്ല് നാളെ പാർലമെന്റിൽ വരുന്നത് കോൺഗ്രസ് എടുക്കുന്ന നിലപാട് അത് ഈ ഒരു ഘട്ടത്തിൽ പ്രസക്തമാണല്ലോ. തീർച്ചയായും ബില്ല് പാർലമെന്റിൽ വരുമ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ അംഗങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് CPM MPമാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് ഏറെ നിർണായകമാകും. നാളെ ലോക്സഭയിൽ ബില്ല് വീണ്ടും അവതരിപ്പിക്കുമെന്നുള്ള സൂചനകളാണ്, റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. ലോക്സഭയുടെ നടപടിക്രമങ്ങളിൽ ഇതുവരെയും ആ ബില്ല് ലിസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഔദ്യോഗികമായി ഒരു ഉറപ്പ് നമുക്ക് രേഖപ്പെടുത്താനും ഈ വിഷയത്തിൽ സാധിക്കില്ല. ഈ മാസം 4-ാം തീയതി വരെയാണ് നിലവിൽ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടത്തിന്റെ സമയം നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ സമ്മേളന കാലയളവിൽ തന്നെ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കാൻ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നാളെ തന്നെ ബില്ല് അവതരണം ലോക്സഭയിൽ ഉണ്ടാകും. കാരണം പിന്നീട് 2 ദിവസം മാത്രമാണുള്ളത്. അത് ബില്ലിന്മേലുള്ള ചർച്ച, അത്തരം കാര്യങ്ങൾക്ക് സമയം ആവശ്യമാണ്. അതുകൊണ്ട് ഈ സമ്മേളന കാലയളവിൽ തന്നെ ബില്ല് അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനമെങ്കിൽ നാളെ തന്നെ ലോക്സഭയിൽ കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ബില്ല് അവതരിപ്പിക്കും. ഒപ്പം ബില്ലിന്മേൽ നേരത്തെ 2024 ഓഗസ്റ്റിൽ മന്ത്രി ബില്ല് അവതരിപ്പിക്കുകയും അത് വലിയ ചർച്ചകൾക്ക് വിധേയമാക്കുകയും പിന്നീട് പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് വിടുകയും ചെയ്തിരുന്നു. നിലവിൽ 14 ശുപാർശകളാണ്, 14 മാറ്റങ്ങൾക്കാണ് ഈ ബില്ലിന്മേൽ സംയുക്ത പാർലമെന്ററി സമിതി ശുപാർശ ചെയ്തിരുന്നത്. ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും പുതിയ ബില്ല് രൂപകൽപ്പന ചെയ്യുക. അത്തരത്തിൽ ബില്ല് വീണ്ടും പാർലമെന്റിലെത്തുമ്പോൾ കോൺഗ്രസ് MPമാർ എന്ത് നിലപാട് സ്വീകരിക്കും? കാരണം KCBCയും CBCയും ഉൾപ്പെടെ കത്തോലിക്ക സഭ അധ്യക്ഷന്മാരും ഒപ്പം ക്രൈസ്തവ സമൂഹവുമെല്ലാം തന്നെ ആവശ്യപ്പെടുകയും ഈ മുനമ്പം ഉൾപ്പെടെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് നിരന്തരം പ്രത്യക്ഷമായി സമരത്തിലുള്ള പൊതുജനങ്ങളും ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട്, സങ്കുചിതമായ രാഷ്ട്രീയവും പ്രീണന രാഷ്ട്രീയവും മാറ്റിവെച്ചുകൊണ്ട് മുഴുവൻ ജനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി ഈ ബില്ലിനെ പാർലമെന്റിൽ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന ആവശ്യമാണ് KCBCയും ഒപ്പം സമരത്തിന് മുൻപിൽ നിൽക്കുന്ന പൊതുജനങ്ങളുമെല്ലാം തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നേരത്തെ ഈ ബില്ലിനെ രൂക്ഷമായി എതിർത്തിരുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള അംഗങ്ങൾ നിലവിൽ ബില്ല് വീണ്ടും പാർലമെന്റിൽ എത്തുമ്പോൾ എന്ത് നടപടി, എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. ഒപ്പം ഒരു വ്യാജ പ്രചാരണം, ഒരു നരേഷൻ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് OWൈസി ഉൾപ്പെടെയുള്ള തീവ്ര ഇസ്ലാമിക നേതാക്കളും സംഘടനകളും മുൻപോട്ട് വയ്ക്കുന്നത് വഖഫ് ഈ നിയമ ഭേദഗതി മുസ്ലിം മതസ്വാതന്ത്ര്യത്തിനെതിരാണ്, മതവികാരം വ്രണപ്പെടുത്തുന്നതാണ് തുടങ്ങിയിട്ടുള്ള പ്രചാരണം നടത്തുകയും ആ പ്രചാരണം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ CPM ഭരിക്കുന്ന സർക്കാരും കർണാടകയിൽ കോൺഗ്രസ് സർക്കാരും തമിഴ്നാട്ടിൽ DMK സർക്കാരും എല്ലാം വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചിരുന്നു. പക്ഷേ ഈ ബില്ല് ഇഴകീറി പരിശോധിക്കുകയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വഖഫുമായി ബന്ധപ്പെട്ട് പ്രശ്നം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ നേരിട്ട് സന്ദർശിക്കുകയും വിവിധ വിഭാഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ജഗദാംബിക ബൽ വ്യക്തമാക്കിയത് ഈ ബില്ലിനും മതസ്വാതന്ത്ര്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വഖഫ് ബോർഡ് എന്നുള്ളത് ഒരു മത സ്ഥാപനമല്ല. വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനും അത് സുതാര്യമാക്കുന്നതിനും അത് രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകൾക്കുള്ളിലേക്ക് വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിനുമാണ് പുതിയ ബില്ല് രൂപകൽപ്പന ചെയ്ത് അവതരിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതിനെ മതസ്വാതന്ത്ര്യവുമായി കൂട്ടിക്കെട്ടരുത് എന്ന വ്യക്തമായ പ്രതികരണം സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ നടത്തിയിരുന്നു. ഏതായാലും നാളെ ബില്ല് ലോക്സഭയിൽ എത്തും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ആ സമയത്ത് കേരളത്തിൽ നിന്നുള്ള MPമാരുൾപ്പെടെ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് ഏറെ നിർണായകമാകും. ബില്ലിനെ കണ്ണടച്ച് എതിർക്കുമ്പോൾ KCBCയുടെ ആഹ്വാനം മുൻപിലുണ്ട്. ഒപ്പം മുനമ്പത്തുൾപ്പെടെ വഖഫ് ബോർഡിനെതിരെ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിയ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ട് ബില്ലിനെ എതിർക്കാതിരിക്കാൻ അല്ലെങ്കിൽ ബില്ലിനെ അനുകൂലിക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ, അല്ലെങ്കിൽ മുൻ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ബില്ലിനെ രൂക്ഷമായി കോൺഗ്രസ് എതിർക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ദേവിക. ശരി ജിഷ്ണു.